ഇപ്പൊ അഖിൽമാരാർ ഒരു പ്രസ്താവന നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറെ കോമാളി തരങ്ങൾ ഉണ്ടല്ലോ, അത് കാരണം ഇനി വരും തലമുറകള് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്, അവര് ചിലപ്പോ അതേപോലെ ആവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ എന്റെ എതിരാളി ആണെങ്കിൽ പുള്ളി പറഞ്ഞത് ബിഗ് ബോസിനെ കുറിച്ച് മോളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ 2K കേസിന് യാതൊരു ബോധവും ഇല്ല, വായന ഒരു വിവരം ഒന്നുമില്ല. അപ്പൊ അതേ സംഭവമാണ് നടക്കുന്നത്. ഇപ്പൊ പെരേരയും നമ്മുടെ ഭാവിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ബാധിക്കുന്നു, ഡെഫിനറ്റ്ലി ബാധിക്കും. ഇപ്പൊ തൊപ്പിക്കൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. തൊപ്പിക്കൽ ജീവിതമായിട്ട് പോട്ടെ, എന്നാലും ഇത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 2K കേസിന് വിവരമുള്ള 2K കേസ് വളരെ കുറവാണ് എല്ലാം. അപ്പൊ അഖിൽമാരാർ പറയുന്ന ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആവാനുള്ള കാരണം മാതാപിതാക്കളുടെ വളർത്തുദോഷം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം കുറെ മാറ്റാനുണ്ട്. അത് മാറ്റിയാൽ തന്നെ പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, നീത ഫ്രാൻസിസ് എന്ന് പറഞ്ഞത്. ആള് പറഞ്ഞത് കുട്ടികൾ വഴി തെറ്റിപ്പോകാനുള്ള ഒരു കാരണം മാതാപിതാക്കളാണെന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാ ഫാമിലിയും പെർഫെക്റ്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന എഡ്യൂക്കേഷനിലാണ്. പഠിക്കുന്ന കാലത്താണ് ചേഞ്ച് വരുത്താൻ പറ്റില്ല. എല്ലാ ഫാമിലിയും നല്ലതാണോന്നില്ല, എല്ലാം നമുക്ക് ഫാമിലിയിൽ കിട്ടുന്ന പ്രതീക്ഷ അർത്ഥമില്ല. ചില ഫാമിലി ബ്രോക്കൺ ആയിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ വിദ്യാഭ്യാസത്തോടെ മാറ്റാൻ പറ്റും. അല്ല, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കോമാളിത്തനങ്ങൾ കാണിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പക്ഷെ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവാണെങ്കിൽ ആളുകൾ അത് 2K കേസ് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചാൽ അവരെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന അവരാണല്ലോ. ഈ ഇവര് മാത്രമല്ല, ബിഗ് ബോസ് ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിഗ് ബോസ് നെഗറ്റീവ് ആണ്. അതാണല്ലോ സാന്ത്വനം പറഞ്ഞത്. മോഹൻലാലെ പോലെ നടൻ ഇത്രയും 10 രൂപയായിട്ട് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ബിഗ് ബോസ് വളരെ പൈസക്ക് എനിക്ക് തോന്നുന്നു ബന്ധങ്ങളുടെ പുറത്ത് മോഹൻലാൽ ചെയ്യുന്നതായിരിക്കും. ബന്ധങ്ങളല്ല, വലിയ വലിയ പടങ്ങൾ പഠിക്കണം, ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കണം, മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് ഈ കളക്ടിങ് മണി. അതിനുവേണ്ടിയാണ് ലാലേട്ടൻ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കുകയാണ്, അങ്ങനത്തെ ഫിലിമാണ് പുള്ളി. സിനിമയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ല, അല്ലാതെ കുറെ ഹോട്ടലും കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണത്തോടെ കുറച്ച് ആർട്ട് ചെയ്യുന്നുണ്ട്. അതിനുമായിട്ട് മമ്മൂട്ടിക്കല്ല അഭിനയത്തോടും ആക്ടിങ്ങിനോടാണ് വരുന്നത്. ഇയാൾക്ക് പണത്തോടെ കുറച്ച് ഇതുണ്ട്. ഇയാളുടെ മകൻ ഡിഫറെന്റ് ആണ്, പ്രണവ് മോഹൻലാൽ ഡിഫറെന്റ് ആണ്. അയാൾക്ക് പേര് പ്രശസ്തിയും വേണ്ട, പണവും വേണ്ട, ഇസ് ഡിഫറെന്റ്. ഇപ്പൊ നമ്മള് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആറാട്ടന്റെ ബർത്ത്ഡേക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടിയുള്ള ആളുകൾ ആ ഒരു അണ്ണന്റെ ബർത്ത്ഡേ അറിഞ്ഞിട്ടുണ്ട്, വീഡിയോ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ബർത്ത്ഡേക്കാട്ട് ആൾക്കാർ നോട്ട് ചെയ്തത് ഈ അടി സീനായ. ശരിക്കും അതെന്തായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായത്? അത് അവര് തമ്മിൽ എന്തോ പ്രശ്നമാണ്. എന്നോട് പൈനാപ്പിൾ പറഞ്ഞത് പ്ലാൻഡ് ആണ് പറയുന്നത്, എനിക്കറിയില്ല. പ്ലാൻഡ് പരിപാടി, പ്ലാൻഡ് ആണ്. ഇവര് ഇപ്പൊ ഉടക്ക് അടുത്ത ദിവസം ഇവർ ഒന്നിക്കും, ഇങ്ങനെയൊക്കെയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒന്നിച്ചൊരു ഫോട്ടോ വീഡിയോ കണ്ടു. അണ്ണന് ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ പൈനാപ്പിളിനോട് പറഞ്ഞാണ്, അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞാണ്. പുള്ളി മാറുകയാണ് ചെയ്തത്. പ്ലാൻഡ് അല്ലെന്ന് തോന്നുന്നു. ശരിക്കും നല്ല കിട്ടി. ഷോർട്ട് ഫിലിം ചിലപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ശരിക്കും നല്ല കിട്ടി പുള്ളിക്ക്. കിട്ടിയിട്ടുണ്ട്. റിസ്ക്കാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ന്യൂസ് കണ്ടിട്ടെങ്കിലും കേസിലായി മാറിയാണ്. ഈ അലിൻ ജോസ് പെരേരനെ കുറിച്ച് ഇപ്പോഴുള്ള ഒരു അഭിപ്രായം എന്താ താങ്കളുടെ? എനിക്ക് നല്ല റീച്ച് ഉണ്ട്, പക്ഷെ ഭയങ്കര വയലന്റ് ആവുന്നു. മാനസികമായി തല്ലാൻ വന്നു, ഭയങ്കര വയലന്റ് ആവുന്നു, ഭയങ്കര ദേഷ്യപ്പെടുന്നു. പിന്നെ കുറച്ച് ജാടിയല്ല. എല്ലാരും പറയുന്നത് ആരും ഫോൺ എടുക്കുന്നില്ല. പുള്ളിയുടെ ഫോൺ ആരും വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. പുള്ളി വേറെ ഒരു ലോകത്തിൽ ജീവിക്കാൻ തോന്നുന്നു. പുള്ളിക്ക് മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ളത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് മെന്റലിയെക്കാട്ട് ബുദ്ധിപരമായിട്ട് ആ പ്രോബ്ലം തോന്നിയിട്ടുണ്ട്. അതായത് മെന്റലി ബുദ്ധി വ്യത്യാസമുണ്ട്. ബുദ്ധിപരമായിട്ട് എന്താ പ്രശ്നമുണ്ട്, പക്ഷെ മെന്റലി കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രശ്നമുണ്ട്, വയലൻസിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് പുള്ളിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആവശ്യമുണ്ട്, ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്. കൗൺസിലിംഗ് ആവശ്യമുണ്ട് പുള്ളിക്ക്. ആവശ്യമുണ്ട്, കാരണം പുള്ളിക്ക് ഫെയിം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫെയിം ഉൾക്കൊള്ളാൻ പറ്റില്ല, ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്, ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളാണ്. ആ ഫാദറിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫാദറിനെക്കാട്ടും ബുദ്ധി അയാൾക്കുണ്ടെന്ന് പറയാം. ഈ ഇപ്പൊ ഈ അലിൻ ജോസ് പെരേരനെ പോലുള്ള ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ 2K കിഡ്സ്? പെരേര ആൾക്കാരൊരു കോമാളി ഒരു എന്റർടൈൻമെന്റിലാണ്. തൊപ്പിക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത്. തൊപ്പിനെ പോലുള്ള തൊപ്പി ലൈവ് ചെയ്യുന്നുണ്ടും തൊപ്പി ഇൻഫ്ലുവൻസ് ആണ്. പെരേരക്ക് അത്ര ഇൻഫ്ലുവൻസ് അല്ല, ടൈം പാസ്. തൊപ്പി പക്ഷെ ഇപ്പൊ മാറി, പണ്ടത്തെക്കാൾ ഒരുപാട് മാറി. തൊപ്പിക്ക് പണമാണ് മെയിൻ, ബിസിനസ് മൈൻഡർ ആണ്, ഭയങ്കര ബിസിനസ് മൈൻഡർ ആണ്. ഈ ഒരു പുള്ളിയെ പണം യൂസ് ചെയ്യാൻ അറിയില്ല. പുള്ളി കുഴപ്പമില്ല, പുള്ളി പണം ഉണ്ടാക്കുന്നുണ്ട്, നന്നായി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പക്ക ബിസിനസ് മാൻ, ഒരു ബിസിനസ് മാൻ ആണ്. അതുപോലെ തന്നെ ജീവിതാനുഭവം ഉണ്ട്, ചെറുപ്പത്തിൽ ഒരു ടോക്സിക് ലൈഫും അനുഭവം ഉണ്ട്. പെരേര പോലെ അല്ല.
പെരേരെ പോലെ അല്ല, പുള്ളിക്ക് പറയുന്ന പ്രോബ്ലംസ് പെരേര ഒന്നുമില്ല. വിചാരം ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരും പെരേര ബുദ്ധിമാനാണ് പെരേരുടെ വിചാരം. അതെ, ആ പക്ഷെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. പെരേര പക്ഷെ കുറച്ച് ക്രൂക്കഡ്നെസ് എല്ലാം ഉണ്ട്. ശരിക്കും ബുദ്ധിയില്ല, ക്രൂക്കഡ്നെസ് ഉണ്ട്. രാഷ്ട്രീയത്തിലെ പോട്ട ആളാണ്, ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ കേരളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്ക് എന്ത് വിവരമുള്ളത്? ഇപ്പത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു വിവരമില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നോക്കി, കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങിയ പണ്ട് EMS അല്ലെങ്കിൽ അച്യുതമേനോനെ പോലെ എത്ര ബ്രില്യന്റ് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാനാണ് കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ ബ്രില്യന്റ് ആയിട്ട് അങ്ങനെ ആരുമില്ല. ഇപ്പൊ വെറുതെ മനോരോഗിയിലെ ഗുണ്ടകൾ തന്നെയാണ്, ഒരു ക്വാളിറ്റി ഇല്ല.